റാവുത്തരെ ജയിലിൽ നിന്ന് വിട്ട്. അന്നോളെ ഞാൻ കണ്ടതാണ്, ജയിലിൽ നിന്ന് റാവുത്തർ വരണ്ട്. എടാ ഇരുമ്പിയോടെ എന്താടാ? എടാ റാവുത്തർ വരുന്നെന്ന്. അയാളെ കോടതി വെറുതെ വിട്ടുന്നത്. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാൻ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രം ആകരുത്, പറഞ്ഞേക്കാം. വട്ടപ്പള്ളി കുഞ്ഞാപ്പി, കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി, ആൻഡോ ജപ്പാനെ, എടാ റാവുത്തർ വരുന്നു, ഇറങ്ങി വാടാങ്ങോട്ട്. ജോണേ എന്താണ്ടാ? ഫ്രാങ്ക റാവുത്തർ അയാള് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്, പകരം വീട്ടാൻ. ശുക്രേ, ജോർജ്, തങ്കച്ചാ, എടാ വേണപ്പാ, ഇറങ്ങി വാടാ. എടാ നീയൊക്കെ ഇങ്ങനെ പേടിച്ചകത്ത് കയറി ഇരിക്കുന്ന അയാൾക്ക് തരം. എടാ അയാളെ പോലെ നീ ഞാനും ഇവിടുത്തെ താമസക്കാരാ. അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം, എല്ലാവർക്കും ഉണ്ട്. വാടാ. റാവുത്തറെ, എന്നോട് ക്ഷമിക്കണം റാവുത്തറെ, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദയ്ക്ക് അവനെ വിട്. നിങ്ങളെ ജയിലിലാക്കിയിട്ട് ഇവിടെ ഒരു നേതാവാൻ നോക്കിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഈ കോളനിലെ ആളുകളെ വെട്ടമെന്നാ പിന്നെ എന്ത് ചെയ്യണം? നോക്കിക്കണോ? ഇതൊക്കെ അവന്മാരുടെ പണിയാ. ആ മൂസാ സേട്ടുന്റെ അയാളുടെ വക്കീലിനെയും നമ്മളെ തമ്മി തല്ലിക്കാൻ. നമ്മളെ തമ്മി തല്ലി ചാവുമ്പോ ബാക്കിയുള്ള അവർക്ക് കുടി ഒഴിപ്പിക്കാമല്ലോ. ഞങ്ങളീ പറയണമെന്ന് തനിക്ക് വിശ്വാസമില്ലെങ്കിൽ വാ, നമുക്ക് തമ്മി തല്ലി ചാവാം. വാ വാ റാവുത്തരെ, കൊല്ലാനാണെങ്കിലും ചാകാനാണെങ്കിലും വാ, ഓടാൻ.
ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാ പറയണത്. ഇന്നു മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം. നിങ്ങൾ ജോണിനോ ശ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയണ്ട. എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം. ഇനി ആ സേട്ടുന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല. അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല. റാവുത്തറാണ് പറയുന്നത്. റാവുത്തർ. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരെ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോടോ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാലും ശരിയാവാ. എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ. പിന്നെ നിന്റെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുമോ? വിടറായാളെ. ഇല്ല, വിടില്ല. നിന്നോട് വിടാൻ പറഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കി അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരായത്? എന്നെ പറ്റി പോയി അയാളോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടനാ.